കാശ്മീരിലെ സോൺമർഗിലെ ആദ്യത്തെ സുപ്രഭാതം. ഞങ്ങളുടെ റൂമിൻ്റെ വിൻഡോയിലൂടെയുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. ഇവിടെ നിന്നും കുതിരപ്പുറത്ത് കയറി 3 കിലോമീറ്ററോളം നമുക്ക് ഉള്ളിലോട്ട് പോകണം. അവിടെയാണ് ഈ സൈറ്റ് സീയിങ് പോയിൻറ്റ്സ് ഉള്ളത്. പേര് പോലെ തന്നെ സ്വർണത്തിൻ്റെ നിലം എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രദേശം പ്രകൃതിയുടെ മായാജാലം കാണാൻ പറ്റിയ ഇടമാണ്. സ്വർഗം എവിടെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും സോൻമാർഗ്. കാരണം മഞ്ഞുമലകളും പച്ചക്കാടുകളും കാറ്റിൻ്റെ ശബ്ദം മാത്രം. ഇതൊക്കെ കാണുമ്പോൾ സമയം എന്നത് നമുക്ക് വേണ്ടതല്ലെന്ന് തന്നെ തോന്നും. കാശ്മീരിൽ പോയാൽ സോൻമാർഗ് തീർച്ചയായും നമ്മൾ വിസിറ്റ് ചെയ്യണം. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ അകലെയാണ് സോൻമാർഗ്. വരുന്ന വഴിയെല്ലാം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ഈ മലയുടെ നേരെ അടിവാരത്തായിട്ട് ഇഷ്ടംപോലെ റൂംസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. നോ ടെൻഷൻ, നോ ഫ്രസ്ട്രേഷൻ. ഞാനിവിടെ വന്നത് ഏപ്രിൽ 17-18 ഡേറ്റിലാണ്. ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ സമയത്ത് കാശ്മീരിൻ്റെ തന്നെ പെഹൽഗാമിൽ നിന്നെല്ലാം നമുക്ക് അത്രയും നല്ല സുഖകരമായ വാർത്തകളല്ല കേൾക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള യാത്രകളൊക്കെ പലർക്കും മുടങ്ങാനും അല്ലെങ്കിൽ മാറ്റിവെക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതൊരിക്കലും മിസ്സാക്കേണ്ട ഒരു ഇടമല്ല. അതൊക്കെയാണ് പോയി കാണേണ്ടതും നമ്മൾ എൻജോയ് ചെയ്യേണ്ടതുമായ സ്ഥലങ്ങൾ. എന്ത് പീസ്ഫുള്ളാണെന്നറിയോ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഇത്രയും ശുദ്ധമായ വായു, നല്ല കണ്ണീര് പോലത്തെ വാട്ടർ, ആക്ടിവിറ്റീസ്. വാവ്, ലവ് യു കാശ്മീർ.